ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻക്രിമെന്റൽ ബഡ്ജറ്റിനെ പറ്റിയാണ്. നമുക്ക് ടൈപ്സ് ഓഫ് ബഡ്ജറ്റിംഗ് കുറെ പഠിക്കാനുണ്ട്. ഇൻക്രിമെന്റൽ ബഡ്ജറ്റ്, സീറോ ബേസ്ഡ് ബഡ്ജറ്റ്, ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റ്, പെർഫോമൻസ് ബേസ്ഡ് ബഡ്ജറ്റ്, ഫിക്സ്ഡ് ബഡ്ജറ്റ്, അങ്ങനെ കുറെ ടൈപ്സ് ഓഫ് ബഡ്ജറ്റിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇൻക്രിമെന്റൽ ബഡ്ജറ്റിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ഇൻക്രിമെന്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ബഡ്ജറ്റിംഗ് ആണ്. അത് പ്രീവിയസ് ഇയറിലെ ആക്ച്വൽ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇൻക്രിമെന്റൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇയറിലെ ബഡ്ജറ്റിന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയറിലെ ബഡ്ജറ്റില്ലേ, ആ ബഡ്ജറ്റിനകത്തോട്ട് ഒരു അഡീഷണൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇൻക്രിമെന്റൽ ബഡ്ജറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വർഷത്തെ ബഡ്ജറ്റ് കിട്ടുന്നത്. പക്ഷേ ഇതിനകത്തൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആൻറ്റിസിപ്പേറ്ററി ചേഞ്ചിങ് കണ്ടീഷൻസ് ഒന്നും അവർ കൺസിഡർ ചെയ്യത്തില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ അതേ ബഡ്ജറ്റിനകത്ത് കുറച്ചൊരു ഇൻക്രിമെന്റൽ എമൗണ്ട് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി വരാനിരിക്കുന്ന വർഷത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ആൻറ്റിസിപ്പേറ്ററി ചേഞ്ചിങ് കണ്ടീഷൻസ് വരും എന്നുള്ളത് ഇവരൊരിക്കലും ഡസ് നോട്ട് ടേക്സ് ഇൻ ടു അക്കൗണ്ട്. അതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഡിപ്പാർട്ട്മെന്റൽ മാനേജേഴ്സ് ജസ്റ്റ് ആ അഡീഷണൽ എമൗണ്ട് ജസ്റ്റ് ഒന്ന് എഴുതി വിടത്തേ ഉള്ളൂ. ഓർഗനൈസേഷൻ ഓട്ടോമാറ്റിക്കലി എന്താണ് ടോട്ടൽ എമൗണ്ട് അങ്ങ് സാങ്ഷൻ ചെയ്ത് വിടുവാണ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇനി അപ്പോൾ ഇൻക്രിമെന്റൽ ബഡ്ജറ്റ് എന്താണെന്നൊന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിന്റെ അസംഷൻസ് പറയാം. മെയിനായിട്ടും 2 അസംഷൻസ് ആണുള്ളത്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അവരുടെ കറണ്ട് എക്സ്പെൻഡിച്ചർ ലെവലിൽ അങ്ങ് പൊക്കോളും എന്നാണ് ആദ്യത്തെ ഒരു അസംഷൻ. അപ്പം ഇൻക്രിമെന്റൽ ബഡ്ജറ്റ് എന്തുകൊണ്ടാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പം പൊക്കോണ്ടിരിക്കുന്ന എക്സ്പെൻഡിച്ചറിൽ ഇപ്പം ആ ഒരു മാനേജേഴ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ് അങ്ങ് വർക്ക് ചെയ്ത് പൊക്കോളും, എക്സ്ട്രാ പൈസയൊന്നും ആവത്തില്ലെന്നാണ് ഒന്നാമത്തെ അസംഷൻ. രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് ഇയറിലെ എക്സ്പെൻഡിച്ചറിന്റെ ബേസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലെ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. കഴിഞ്ഞ വർഷം എത്ര ചിലവായി അതായിരിക്കും ബേസ്. അതിനകത്തോട്ട് ഇൻക്രിമെന്റൽ എമൗണ്ട് ആഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അത് രണ്ടുമാണ് അസംഷൻസ്. ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് എക്സ്പെൻഡിച്ചറിൽ അങ്ങ് ഓടിക്കോളും, ഇപ്പോഴത്തെ ഓപ്പറേഷണൽ അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റ് ചെയ്ത് പൊക്കോളും. രണ്ടാമതെന്ന് പറയുമ്പോഴത്തേക്കും പ്രീവിയസ് ഇയറിലെ ബഡ്ജറ്റ് ആയിരിക്കും ഈ ഇയറിലെ എക്സ്പെൻഡിച്ചറിന്റെ എന്താണ് ബേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ മെയിൻ ആയിട്ടും ഈ ഇൻക്രിമെന്റൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വൽ പെർഫോമൻസ് ഓഫ് പ്രീവിയസ് ഇയർ ആണ് ഇപ്പോഴത്തെ ഇൻക്രിമെന്റൽ ബഡ്ജറ്റിന്റെ ബേസ് എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. കഴിഞ്ഞ വർഷം റിസോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന്റെ അതിനകത്തോട്ട് പുതിയ റിസോഴ്സസ് കുറച്ചും കൂടെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മൈനർ ചേഞ്ചസ് കാണാതിരിക്കാം, എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് കാണാതിരിക്കാം. ആ ചേഞ്ചോട് കൂടിയിട്ട് അല്ലെങ്കിൽ ചേഞ്ച് ഒന്നും വരുത്താതെ നേരത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത റിസോഴ്സസ് ഉണ്ടല്ലോ, നേരത്തെ എന്തെങ്കിലും എന്താണ് ഇപ്പോൾ ഒരു വെന്റിലേറ്റർ അല്ലെന്നുണ്ടെങ്കിൽ 10 എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഇൻക്യുബേറ്റർ, അങ്ങനെയൊക്കെ കഴിഞ്ഞ വട്ടത്തെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസിന്റെ കൂടെ തന്നെ ആയിരിക്കും ഈ വട്ടവും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ മൈനർ ചേഞ്ചസ് ഉണ്ടാകാതിരിക്കാം. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രീവിയസ് ഇയറിലെ ബഡ്ജറ്റിനകത്തോട്ട് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് എമൗണ്ട് അങ്ങോട്ട് ആഡ് ചെയ്യുവാണ്. അതിന് പ്രത്യേകിച്ച് ഫോർമുലയോ കാൽക്കുലേഷനോ ഒന്നും ഇല്ലാതെ ചുമ്മാ ഒരു പർട്ടിക്കുലർ എമൗണ്ട് അങ്ങ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ആൻറ്റിസിപ്പേറ്ററി ചേഞ്ചിങ് കണ്ടീഷൻ, ഭാവിയിൽ വരാവുന്ന അഡീഷണൽ സർവീസസോ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് പോലുള്ള ചേഞ്ചിങ് കണ്ടീഷൻസ് ഒന്നും ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിലെ ആക്ച്വൽ പെർഫോമൻസ് ആണ് ബേസ് ഓഫ് ദ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ ലാസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത റിസോഴ്സസിനകത്തോട്ടാണ് ഇപ്പോഴത്തെ റിസോഴ്സസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ മൈനർ ചേഞ്ചസ് ഉണ്ടാകാതിരിക്കാം. മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ടുള്ള ഇയേഴ്സിലേക്ക് കുറച്ചൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ആഡ് ചെയ്യാണ് വിത്തൗട്ട് എനി കാൽക്കുലേഷൻ വിത്ത് ഫിക്സ്ഡ് ഫോർമുലയോ അല്ലെങ്കിൽ ഫിക്സ്ഡ് ഫോർമുല ഉണ്ടാക്കുക അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഫ്യൂച്ചർ ആൻറ്റിസിപ്പേറ്ററി ചേഞ്ചിങ് കണ്ടീഷൻസ് ഒന്നും ഇത് എടുക്കുന്നില്ല. നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജസ്. ഈ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്, എളുപ്പമാണ് ഇത് പ്രിപ്പയർ ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് ആണ്. ഇതിനകത്തെന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും ഇടാതെ വളരെ സുഖകരമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും ഫണ്ട്സ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അടുത്ത മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആണ്. അതുപോലെ തന്നെ ഈ ബഡ്ജറ്റിന്റെ റിക്വയർമെന്റ്സ് പെട്ടെന്നൊന്നും ചേഞ്ച് ആവത്തില്ല, സ്റ്റേബിൾ ആണ്, പതുക്കെ ചേഞ്ച് ആവത്തുള്ളൂ. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ബഡ്ജറ്റാണ്, ഗ്രാജുവലി ചേഞ്ച് ചെയ്യത്തുള്ളൂ ബഡ്ജറ്റിംഗ് റിക്വയർമെന്റ്സ്. അടുത്തെന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും യൂണിറ്റ്സിനും ഒരു ഈക്വൽ ഫീലിംഗ് കിട്ടും. അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കാര്യവും കൺസിഡർ ചെയ്യാതെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും ഒരേപോലെയാണ് പ്രീവിയസ് ഇയർ ബഡ്ജറ്റിനകത്തോട്ട് ഇൻക്രിമെന്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും യൂണിറ്റ്സിനും ഒരു ഈക്വൽ ഫീലിംഗ് ഉണ്ടായിരിക്കും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഡിപ്പാർട്ട്മെന്റ്സിൽ ഒരു ഫിക്സ്ഡ് ഫണ്ടിങ് റിക്വയർമെന്റ്സ് മീൻസ് ഫിക്സ്ഡ് ആയിട്ടുള്ള ഫണ്ടിങ് റിക്വയർമെന്റ്സ് ഉള്ള ഡിപ്പാർട്ട്മെന്റ്സിലായിരിക്കും ഈ ഒരു മെത്തേഡ് കൂടുതലായിട്ട് എഫക്റ്റീവ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാർഡ് 14 കുറേ വർഷങ്ങളായിട്ട് ഓരോ വർഷം ഒരു 10,000 രൂപയുടെ ചിലവേ അവിടെ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഫണ്ടിങ് റിക്വയർമെന്റ്സ് അല്ലേ? കാരണം എല്ലാ വർഷവും അവർക്ക് 10,000 രൂപ മാത്രമേ എന്തായിട്ട് വരുന്നുള്ളൂ, എക്സ്പെൻഡിച്ചർ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ്സിനാണ് ഇങ്ങനത്തെ ഈ ഒരു ഇൻക്രിമെന്റൽ ബഡ്ജറ്റ് കൂടുതൽ സ്യൂട്ട് ആവുക. പിന്നെ ഒരാൾക്ക് പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും ആ ഫണ്ടിങ്ങിനകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കാര്യം പെട്ടെന്ന് ഒരാൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും നിന്ന് നല്ല കോർഡിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അവരിൽ നിന്ന് ഫീഡ്ബാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻക്രിമെന്റൽ ബഡ്ജറ്റിൽ നിന്ന് ഹെൽപ്പ് ചെയ്യും. അഡ്വാൻറ്റേജ് ഒന്ന് മൊത്തത്തിൽ പറയുവാണെങ്കിൽ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാനും ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റും. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഇട്ട് അങ്ങ് ഇൻക്രിമെന്റിൽ എഴുതാൻ പറ്റും. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും ഒരു യൂണിറ്റ്സിനും ഒരു ഈക്വാളിറ്റി ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ആണ്, പതുക്കെ ബഡ്ജറ്റിംഗ് റിക്വയർമെന്റ്സ് ചേഞ്ച് ആവത്തുള്ളൂ. ഫിക്സ്ഡ് ആയിട്ടുള്ള ബഡ്ജറ്റിംഗ് റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ഫണ്ടിങ് റിക്വയർമെന്റ്സ് ഉള്ള ഡിപ്പാർട്ട്മെന്റ്സിനായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക. ഇനി എന്തെങ്കിലും അതിനകത്ത് ചേഞ്ച് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് അത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഈസി ആയിട്ട് തമ്മിൽ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനും പെട്ടെന്ന് അവരിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇൻക്രിമെന്റൽ ബഡ്ജറ്റിന്റെ അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു, പ്രത്യേകിച്ച് കാൽക്കുലേറ്റിംഗ് ഫോർമുലാസോ അല്ലെന്നുണ്ടെങ്കിൽ കാൽക്കുലേഷനോ ഒന്നും ഇല്ലാതെ ചുമ്മാ ഒരു എമൗണ്ട് ആണ് ആഡ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതൊരു നെഗറ്റീവ് അല്ലേ? നോ ഒബ്ജക്റ്റീവ് മെത്തേഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഇൻക്രിമെന്റൽ എമൗണ്ട്. അടുത്ത രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അസംഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, എന്താണ്? ഓപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് അറ്റ് ദ കറന്റ് എക്സ്പെൻഡിച്ചർ. അതായത് ഇപ്പോൾ ഉള്ള എക്സ്പെൻഡിച്ചറിലാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റ്സ് അങ്ങ് ഓപ്പറേറ്റ് ചെയ്ത് പൊക്കോളും, കറന്റ് എക്സ്പെൻഡിച്ചറിൽ ഡിപ്പാർട്ട്മെന്റ് അങ്ങ് ഓപ്പറേറ്റ് ചെയ്ത് പൊക്കോളും എന്നുള്ള അസംഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻക്രിമെന്റൽ ബഡ്ജറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് ബേസ്ലെസ് ആണ്. പിന്നെ ആന്റിസിപ്പേറ്ററി ചേഞ്ചസ്, ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ച് ഒരു എഫേർട്ടും എടുക്കുന്നില്ല. ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്വാൻസ്മെന്റിനും ഒരു എഫേർട്ട് എടുക്കുന്നില്ല. കാരണം അഡ്വാൻസ്മെന്റ് ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ പർട്ടിക്കുലർ ആയിട്ടുള്ള നീഡ് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പൈസ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എഫേർട്ട് ഒന്നും ഇടുന്നില്ല. ആന്റിസിപ്പേറ്ററി ചേഞ്ചസിനോ അഡ്വാൻസ്മെന്റ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ടും എടുക്കുന്നില്ല. അതുപോലെ തന്നെ പ്രയോറിറ്റി ഏരിയാസ്, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രയോറിറ്റി ഏരിയാസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഇനി ബഡ്ജറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്തോ ഈ പ്രയോറിറ്റി ഏരിയാസ് മാറിയിട്ടും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ഡിപ്പാർട്ട്മെന്റിനും ഓരോ റിക്വയർമെന്റ്സ് ഉണ്ട്. ആ റിക്വയർമെന്റ്സ് ഒന്നും ഈ ബഡ്ജറ്റ് കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ICUല് വേണ്ടത് ഏറ്റവും കൂടുതൽ വെന്റിലേറ്റർ ആണ്. അപ്പൊ പക്ഷേ ആ ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്നില്ല, ചുമ്മാ അങ്ങ് ബഡ്ജറ്റ് അനുവദിക്കുകയാണ്. അപ്പൊ 10,000 രൂപ കൊണ്ടൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വെന്റിലേറ്റർ വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്താണ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ റിക്വയർമെന്റ് ഒരിക്കലും കൺസിഡർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും വർക്കിംഗ് മെത്തേഡ്സിനും ഒരു ചേഞ്ച് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ അവിടെ അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഫോക്കസ് ചെയ്യുന്നില്ല. അവരുടെ ആക്ടിവിറ്റീസും ഫങ്ഷൻസും ചിലപ്പം ആ ഒരു ടൈമിലുള്ള കോഴ്സ് ഓഫ് ടൈമിലുള്ള ഔട്ട്ഡേറ്റഡ് ആയി കഴിയാം. പിന്നെ ഭയങ്കര പൈസ സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇവർ കൂടുതലായിരിക്കും. പിന്നെ കുറച്ച് റവന്യൂ ഗ്രോത്തേ കാണത്തുള്ളൂ. കാരണം വരുമാനം കുറയാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഇൻക്രിമെന്റൽ ബഡ്ജറ്റ് ഒരുവിധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുമാനം കുറയാനുള്ള ചാൻസ് ഉണ്ട്, റവന്യൂ കുറയാനുള്ള ചാൻസ് ഉണ്ട്. വിത്ത് ഹൈ എക്സ്പെൻഡിച്ചർ, ലെസ് റവന്യൂ വിത്ത് ഹൈ എക്സ്പെൻഡിച്ചർ ഉണ്ട്. കൂടുതൽ ചെലവും കുറച്ച് വരുമാനവും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഇന്നോവേഷനോ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്മെന്റോ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റോ ഒന്നും ഉണ്ടാകത്തില്ല. കോസ്റ്റ് റിഡക്ഷൻ ഉണ്ടാകത്തില്ല. കോസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോത്തേ ഉള്ളൂ. അതുപോലെ തന്നെ എഫിഷ്യൻസി ഓഫ് ദ എംപ്ലോയീസ് ഇമ്പ്രൂവ് ആവത്തേ ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പെർഫോമൻസ് ഇമ്പ്രൂവ്മെന്റ് ഇല്ല, വർക്കിംഗ് മെത്തേഡ്സിന് ഒരു ചേഞ്ചും ഇല്ല എന്നൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് മെത്തേഡൊന്നും ഇല്ല. കറണ്ട് എക്സ്പെൻഡിച്ചർ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ബേസ്ലെസ് ആണ്. പിന്നെന്താണ്, ആന്റിസിപ്പേറ്ററി ആയിട്ടുള്ള അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ടും ചേഞ്ചസിന് വേണ്ടിയിട്ടും ഒരു എഫേർട്ട് വിടുന്നില്ല. പ്രയോറിറ്റി ഏരിയാസ് അവർ ഒരിക്കലും കൺസിഡർ ചെയ്യുന്ന പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രയോറിറ്റി ഏരിയാസ് ചിലപ്പോൾ ചേഞ്ച് ആക്കാം. പിന്നെ ഡിപ്പാർട്ട്മെന്റ് റിക്വയർമെന്റും കൺസിഡർ ചെയ്യുന്നില്ല, വർക്കിംഗ് മെത്തേഡ്സിന് ചേഞ്ച് ഉണ്ടാക്കുന്നില്ല, പെർഫോമൻസ് ഇംപ്രൂവ്മെന്റും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് റവന്യൂവും കൂടുതലായിട്ടുള്ള എക്സ്പെൻഡിച്ചറും ഉണ്ടാകും. കോസ്റ്റ് റിഡക്ഷനും ഒന്നും ഉണ്ടാകുന്നില്ല, ഇന്നോവേഷനും ഉണ്ടാകുന്നില്ല, ഒന്നും ഉണ്ടാകുന്നില്ല. ഭയങ്കര പ്രശ്നമായിട്ട് മാറുന്നു. അതാണ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ബഡ്ജറ്റിംഗ്, ഇൻക്രിമെന്റൽ ബഡ്ജറ്റ്. ഇപ്പൊ ഇൻക്രിമെന്റൽ ബഡ്ജറ്റിനകത്ത് നമ്മൾ മെയിനായിട്ടും അതെന്താന്ന് നോക്കി, അസംഷൻസ് നോക്കി, ഫീച്ചേഴ്സ് നോക്കി, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കി.